Hello students, welcome back to English Cafe. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ആക്ച്വലി പഠിക്കല്ല, നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണ് കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പം ഒരുമിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പലപ്പോഴായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ഇന്നത്തെ ക്ലാസ്സും പഠിക്കാനായിട്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും ക്ലിയർ ആയി കേട്ടില്ലേ? ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സൺ ട്യൂട്ടറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തായിരുന്നോ? ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ധൈര്യത്തോടെ തുടങ്ങാം. ഓക്കെ, സോ ആദ്യം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, സോ ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. പക്ഷെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മളൊരു ചെറിയ കാര്യം പഠിക്കണം. അതാണ് നമ്മുടെ adjective. എന്താണ് adjective? അപ്പം adjectives എന്താണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. ഓർക്കുന്നുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല, ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി പറയാം. ഓക്കെ, adjective എന്ന് പറഞ്ഞാൽ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ adjective എന്ന് പറയുന്നത്. ഓക്കെ, നൗൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേരല്ലേ? ഒരാളാവാം, വ്യക്തിയാവാം, വസ്തുവാവാം, സ്ഥലമാവാം, മൃഗമാവാം, എന്ത് തന്നെ ആയാലും ആ ഒരു സംഭവത്തിൻ്റെ പേരിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. അതിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ adjectives എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ ഗേൾ. അവളൊരു പെൺകുട്ടിയാണ്. ഓക്കെ, ഷീ ഈസ് എ ഗേൾ എന്ന് പറയുമ്പോൾ അവളൊരു പെൺകുട്ടിയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഈ പെൺകുട്ടി എന്നുള്ളതാണ് നമ്മുടെ നൗൺ, ഗേൾ ആണ് നമ്മുടെ നൗൺ. ഷീ ഈസ് എ സ്മാർട്ട് ഗേൾ. അപ്പം ആ ഗേളിൻ്റെ ഒരു വിശേഷണത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ ഈ സ്മാർട്ട് എന്നുള്ളൊരു വേർഡില്ലേ, അതാണ് നമ്മുടെ adjective. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഷീ ഈസ് എ ഗുഡ് ഗേൾ. അപ്പം ഇവിടെ ഏതാണ് adjective? ഗുഡ് ആണ്. ഓക്കെ, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഇവിടെ ഏതാണ് adjective? ബ്യൂട്ടിഫുൾ ആണ്. ഇനി എപ്പോഴും ഇങ്ങനെ നല്ല കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല. ചില സമയം നെഗറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസും ആവാം. അപ്പോഴും അതും adjective തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ ബാഡ് ഗേൾ. ബാഡ് ഗേൾ എന്ന് പറഞ്ഞാൽ അവൾ ചീത്ത കുട്ടിയാണ്. അപ്പോൾ അവിടെ ചീത്ത എന്നുള്ളത് ആ പെൺകുട്ടിയെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ ആ ചീത്ത എന്നുള്ളത് അവിടെ adjective ആണ്. അപ്പം ബാഡ് എന്നുള്ളതും ഇവിടെ adjective ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ഷീ ഈസ് എ സ്റ്റബേൺ ഗേൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് നല്ല വാശിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഈ വാശിയുള്ള കുട്ടി എന്ന് പറയുമ്പം ആ വാശി എന്നുള്ളതാണ് അവിടെ ആ കുട്ടി, വാശിയുള്ളതെന്നാണ് ആ കുട്ടിയുടെ സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റബേൺ എന്നുള്ളത് എന്താവും? അപ്പോൾ അതൊരു adjective ആവും. അപ്പം അങ്ങനെ adjectives എന്ന് പറയുന്നത് ആ ഒരു നൗണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുന്ന വാക്കുകളാണ്. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഷീ ഈസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറയുമ്പോഴും ഷീ ഈസ് എ ബാഡ് ഗേൾ എന്ന് പറഞ്ഞപ്പോഴും ഒക്കെ ഞാനൊരു പ്ലെയിൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. അവളൊരു നല്ല കുട്ടിയാണ്, അവളൊരു ചീത്ത കുട്ടിയാണ്, അവളൊരു സ്മാർട്ട് കുട്ടിയാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവൾ മേ ബി ഞാൻ വേറൊരാളെ വെച്ച് ആളെ കമ്പയർ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? സോ ഇവിടെ ഞാൻ ജസ്റ്റ് ആ കുട്ടിയെ പറ്റി മാത്രമാണ് പറയുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഈ കുട്ടീനെ വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുകയാണ് അഞ്ജലി ഒരു സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയാണെന്ന് പറയുമ്പം അഞ്ജലി ഈസ് എ സ്മാർട്ട് ഗേൾ എന്നാണ് പറയുന്നത്. ഇനി ഞാൻ പറയണ അഞ്ജലി സംഗീതയേക്കാൾ സ്മാർട്ടാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അഞ്ജലി ഈസ് ഡാഷ് ദാൻ സംഗീത. ഇവിടെ ഞാൻ സംഗീതയെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? സോ കമ്പാരിസൺ വരുവാണെങ്കിൽ അവിടെ നമ്മൾ ഈ വേർഡിനെ ചെറുതായിട്ടൊന്ന് മാറ്റും. ഈ സ്മാർട്ട് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് എന്താവും? ഒന്ന് ഗെസ് ചെയ്ത് നോക്കിക്കേ. സ്മാർട്ട് എന്നുള്ളത് സ്മാർട്ടർ ആവും. എന്താവും? സ്മാർട്ടർ. അഞ്ജലി ഈസ് സ്മാർട്ടർ ദാൻ സംഗീത. ക്ലിയർ? ഓക്കെ, ഇങ്ങനെ ചില സിറ്റുവേഷനിൽ നമ്മൾ വേറൊന്നിനെ വെച്ച് കമ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യും. ഈ സ്മാർട്ടിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് സ്മാർട്ടർ. ക്ലിയർ? ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ അഞ്ജലി സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പം സ്മാർട്ടായി. അഞ്ജലി സംഗീതയേക്കാൾ സ്മാർട്ടാന്ന് പറയുമ്പം സ്മാർട്ടുള്ളത് എന്തായി? സ്മാർട്ടർ ആയി. എന്തായി? സ്മാർട്ടർ ആയി. ഇനി ഞാൻ പറയുകയാണ് ഈ കൂട്ടത്തിൽ അഞ്ജലിയാണ് ഏറ്റവും സ്മാർട്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ, ഏറ്റവും അധികം സ്മാർട്ടായിട്ടുള്ളത് അഞ്ജലിയാണ്. അതിനേക്കാളും മേളിൽ വേറെ ആരുമില്ല എന്ന് പറയണമെങ്കിൽ അവിടെ ഞാൻ എന്ത് വാക്കായിരിക്കും യൂസ് ചെയ്യുക? അഞ്ജലിയാണ് ഏറ്റവും കൂടുതൽ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടി എന്ന് പറയുമ്പം അഞ്ജലി ഈസ് ദ സ്മാർട്ടസ്റ്റ് ഗേൾ എന്നാണ് ഞാൻ പറയാ. അപ്പം സ്മാർട്ട് എന്തായി? സ്മാർട്ടസ്റ്റ് ആയി. എന്തായി? സ്മാർട്ടസ്റ്റ് ആയി. ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും കുറവ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഏറ്റവും എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം സ്മാർട്ട് ഉള്ളത് എന്തായി? സ്മാർട്ടസ്റ്റ് ആയി. എന്തായി? സ്മാർട്ടസ്റ്റ്. അപ്പം ഇവിടെ 3 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? സ്മാർട്ട് ഉണ്ട്, സ്മാർട്ടർ ഉണ്ട്, സ്മാർട്ടസ്റ്റ് ഉണ്ട്. എന്തൊക്കെയുണ്ട്? സ്മാർട്ട്,
സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്. ഓക്കെ, സോ ഈ 3 വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ അതിൻ്റെതായ പേരുണ്ട്. നമ്മുടെ ഈ സ്മാർട്ട് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. ആ ഒരു കുട്ടിയുടെ ക്വാളിറ്റീനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പം അങ്ങനെ വെറും ഒരു ക്വാളിറ്റീനെ പറ്റി പറയുവാണെങ്കിൽ അങ്ങനത്തെ ഒരു വേർഡിനെ നമ്മൾ പോസിറ്റീവ് ഡിഗ്രി എന്നാണ് പറയുന്നത്. എന്താണ് പോസിറ്റീവ് ഡിഗ്രി? ഇനി നേരെ മറിച്ച് വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ സ്മാർട്ട് ഉള്ളത് സ്മാർട്ടർ ആയല്ലോ, അഞ്ജലി സ്മാർട്ടർ ദെൻ സംഗീത എന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. എന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. ഇനി ഞാൻ പറഞ്ഞു ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും കുറവ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഏറ്റവും എന്നുള്ള ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഒന്നെങ്കിൽ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഏറ്റവും താഴെ നിൽക്കുകയാണ്. അത് ഏത് പൊസിഷനും ആവാം കേട്ടോ. എന്തായാലും അതിനേക്കാളും മുകളിൽ ആരുമില്ല, അല്ലെങ്കിൽ അതിനേക്കാളും താഴെ ആരുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ആണെങ്കിൽ, നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിൾ സ്മാർട്ട് ആയിരുന്നു അല്ലെ. അപ്പം സ്മാർട്ട് എന്ന് പറയുമ്പം ഏറ്റവും അധികം സ്മാർട്ട് എന്ന് ഞാൻ പറഞ്ഞു. അതെന്തായിരുന്നു? ആ വേർഡ് എന്താണ്? സ്മാർട്ടസ്റ്റ് ആണ്. അപ്പം ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും കുറവ് എന്ന് പറയുമ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. എന്ത് ഡിഗ്രിയാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പം നിങ്ങൾ ഈ 3 വാക്കുകളൊന്ന് ഓർത്ത് വെക്കുക, അതെന്താന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് നിങ്ങൾക്ക് ഡെഫിനേഷൻ ആയിട്ട് ആരും ചോദിക്കില്ല വാട്ട് ഈസ് എ പോസിറ്റീവ് ഡിഗ്രി എന്നൊന്നും ആരും ചോദിക്കില്ല. പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്തുകൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് യൂസ് ചെയ്യാനായിട്ട് പഠിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് മാത്രമേ ഞാൻ ഈ പേര് കൊടുത്തിട്ടുള്ളൂ. പേര് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് യൂസ് ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. ക്ലിയർ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് എന്താണ്? നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറയുവാണെങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന് പറയും. 2 എണ്ണം വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. സൂപ്പർലേറ്റീവ് ആണെങ്കിൽ ഏറ്റവും അധികം നിൽക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. അങ്ങനെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് ഇംഗ്ലീഷിൽ നമുക്കുള്ളത്. ഇനി ചില വാക്കുകളുടെ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതാണ് നമുക്ക് നോക്കാം. ഞാൻ സാഹചര്യങ്ങളും എക്സാമ്പിൾസും ഒക്കെ വെച്ച് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വെറുതെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പറയുവാണെങ്കിൽ, ഇപ്പം ടോൾ എന്ന വേർഡിന് കമ്പാരിറ്റീവ് ഇതാണ്, സൂപ്പർലേറ്റീവ് ഇതാണ്, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇത് സെന്റൻസിൽ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്കും അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും അല്ലേ. നിങ്ങൾക്കത് പിന്നീട് യൂസ് ചെയ്യാനൊക്കെ അത് എളുപ്പമായിട്ട് മാറും അല്ലേ. അപ്പം ഞാൻ വെറുതെ വേർഡ് ബൈ വേർഡ് പഠിപ്പിക്കുന്നില്ല, സെന്റൻസ് ആക്കി നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് പഠിക്കാം. തുടങ്ങുകയല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ വേർഡാണ് ടോൾ. ടോൾ ഉയരം കൂടിയത് എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെ ടോൾ. അപ്പം ഞാൻ പറയുകയാണ് ദിസ് ഇസ് എ ടോൾ ട്രീ. അത് നല്ല ഉയരം കൂടിയൊരു മരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ദിസ് ഇസ് എ ടോൾ ട്രീ. ഇവിടെ വെറുതെ ആ മരത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ദിസ് ഇസ് എ ട്രീ എന്ന് പറയാണ്. ഇതൊരു മരമാണെന്ന് പറയുമ്പം ഇവിടെ നൗൺ ഏതാണ്? മരം, ട്രീ ആണ്. ദിസ് ഇസ് എ ട്രീ. ഇത് എങ്ങനത്തെ മരമാണ്? ദിസ് ഇസ് എ ടോൾ ട്രീ. ഉയരം കൂടിയ ഒരു മരമാണ്. അപ്പം ആ മരത്തിൻ്റെ ഒരു വിശേഷണം, ഒരു സ്പെഷ്യാലിറ്റിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ ഈ സ്പെഷ്യാലിറ്റിയെ പറ്റി പറയാൻ വേണ്ടി ഉപയോഗിച്ച വാക്ക് ഏതാണ്? ടോൾ ആണ്. അപ്പം ടോൾ എന്താണ് ഇവിടെ? അഡ്ജക്റ്റീവ് ആണ് അല്ലേ. അഡ്ജക്റ്റീവ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ടോൾ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണെന്ന് അറിയാം. ഇനി ഞാൻ ഇവിടെ വേറെ വല്ല മരത്തിനെ വെച്ച് കമ്പയർ ചെയ്തോ? ഇല്ല, ജസ്റ്റ് ഈ ഒരു മരത്തിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഇപ്പം നമുക്ക് വേറെ മരങ്ങളൊന്നും ഈ ഒരു പിക്ചറിൽ ഇല്ല അല്ലേ. അപ്പം ഒരു മരത്തെ പറ്റി പ്ലെയിൻ ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഏത് ഡിഗ്രിയാണ്? ഇത് പോസിറ്റീവ് ഡിഗ്രിയാണ്. ദിസ് ഇസ് എ ടോൾ ട്രീ. ഇതൊരു ഉയരം കൂടിയ മരമാണ്. ഇനി ഞാൻ പറയുകയാണ് ഇത് ആ ചെടിയേക്കാൾ ഉയരം കൂടിയ മരമാണ്. ആ ചെടിയേക്കാൾ ഉയരം കൂടിയെന്ന് പറയുമ്പം ഇവിടെ രണ്ടാമതൊരു സാധനം ഈ ഒരു പിക്ചറിലേക്ക് വന്നു. ഒന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് പിക്ചറൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ ഒരു മരമാണ്, ഇതൊരു ഉയരം കൂടിയ മരമാണ്. അപ്പം നിങ്ങൾ ഒരു ഉയരം കൂടിയ മരത്തിനെ പറ്റി ആലോചിക്കുക. ഓക്കെ, ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞു ഒരു ചെടിയും കൂടി വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു ചെടി അതിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കാന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു കുഞ്ഞു ചെടി അതിൻ്റെ തൊട്ടടുത്തുണ്ട്. അപ്പം ഞാൻ പറയുകയാണ് ഈ മരം എന്തായാലും നമുക്കറിയാം ചെടിയേക്കാൾ ഉയരം കൂടിയതാണ് ഈ മരം എന്ന് നമ്മൾ പറഞ്ഞു. ഈ ചെടിയേക്കാൾ ഉയരം കൂടിയതാണ് ഈ മരം. അപ്പം നമ്മൾ ഈ ചെടിയെ വെച്ച് അതിനെ കമ്പയർ ചെയ്തു അല്ലേ അല്ലേ. യെസ്. സോ ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റുവാണെങ്കിൽ ഈ ടോൾ എന്നുള്ളൊരു വേർഡ് എന്തായി മാറും? സ്മാർട്ട്, സ്മാർട്ടറായി. അതേപോലെ ടോൾ എന്താവും? ടോളർ ആവും. എന്താവും? ടോളർ. ക്ലിയർ? This tree is taller than that plant. ആ ചെടിയേക്കാൾ ഇത് വലുതാണ്, ഈ മരം വലുതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ടോൾ എന്നുള്ളത് എന്താവും? ടോളർ ആവും.
ഇനി നിങ്ങൾ അടുത്തത് ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്യേണ്ടത് ഒരു വലിയൊരു ഗാർഡൻ ആണെന്ന് വിചാരിക്കുക. അവിടെ നിറയെ മരങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഈ മരമില്ലേ, അതാണ് ഏറ്റവും ഉയരം കൂടി നിൽക്കുന്നത്. എന്താണ് ഏറ്റവും ഉയരം കൂടി നിൽക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ മരമാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ മരം ഇതാണ് എന്നെങ്ങനെ എനിക്ക് പറയാനായിട്ട് സാധിക്കും? ഇംഗ്ലീഷിൽ പറയുമ്പം ദിസ് ട്രീ ഈസ് ദ ടോളസ്റ്റ് ട്രീ എന്ന് വേണം പറയാൻ. എന്താണ് ടോളർ എന്നുള്ളത്? എന്തായി മാറും? ടോളസ്റ്റ്. എന്തായി? ടോളസ്റ്റ്. ദിസ് ട്രീ ഈസ് ദ ടോളസ്റ്റ് ട്രീ. ഏറ്റവും ഉയരം കൂടിയത് എന്നാണ് ഞാൻ പറഞ്ഞത്. ടോളസ്റ്റ്. ക്ലിയർ ആണോ? അപ്പൊ 3 സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലേ. ആദ്യം വെറുതെ ഒരു ട്രീയുടെ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു, പിന്നെ അതിനെ വേറൊരു ചെടിയെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞു, പിന്നെ അത് ഏറ്റവും കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ വേറൊരു വേർഡും കൂടി യൂസ് ചെയ്തു. അപ്പൊ അതാണ് നമ്മുടെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ക്ലിയർ ആണോ? ഇപ്പൊ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലായി അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു വേർഡും കൂടി നോക്കാം. സ്വീറ്റ്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരമുള്ള എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മധുരങ്ങൾ ഇഷ്ടമാണോ? എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മധുരമൊക്കെ അധികം ഇഷ്ടമുള്ള ആളെ നമ്മൾ സ്വീറ്റ് ടൂത്ത് എന്നാണ് വിളിക്കുക. അപ്പം എന്നെ എപ്പോഴും എല്ലാവരും വിളിക്കുന്ന ഒരു കാര്യമാണ്, നീ വലിയൊരു സ്വീറ്റ് ടൂത്ത് ആണ്. ബിക്കോസ് എനിക്ക് മധുരമുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം യൂഷ്വലി ബ്രൗണി, കേക്ക് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, പറഞ്ഞപ്പോഴത്തേന് എനിക്ക് കൊതി വന്നു. അപ്പോൾ നമുക്ക് സ്വീറ്റ് എന്നുള്ളൊരു വേർഡ് വെച്ച് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ സ്വീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രൗണി എടുത്ത് നമുക്ക് നോക്കാം. ദിസ് ബ്രൗണി ഈസ് സ്വീറ്റ്. ഓക്കെ, ഈ ഒരു ബ്രൗണി നല്ല മധുരം ഉള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? എന്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു ബ്രൗണി മാത്രമേ ഉള്ളൂ. ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, ഒരു ടേബിൾ ഉണ്ട്, അതിൻ്റെ മേളിലൊരു ബ്രൗണി വെച്ചേക്കാണ്. ഓക്കെ, സോ ദ ബ്രൗണി ഈസ് വെരി സ്വീറ്റ് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ബ്രൗണി വളരെയധികം സ്വീറ്റ് ആണ് എന്നേ ഞാൻ പറഞ്ഞോളൂ. ഇവിടെ വേറെ ഒന്നും നിങ്ങൾക്ക് കാണുന്നില്ല. കാണുന്നുണ്ടോ? ഇല്ല. ഇനി ഞാൻ പറയാണ്, ദിസ് ബ്രൗണി ഈസ് സ്വീറ്റർ ദാൻ ദ ഡോനട്ട്. ദ ബ്രൗണി ഈസ് സ്വീറ്റർ ദാൻ ദ ഡോനട്ട്. ഈ ബ്രൗണി ആ ഡോണറ്റിനേക്കാളും മധുരമുള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ബ്രൗണി ഉണ്ട്, അവിടെ വേറൊരാളും കൂടി വന്നു. എന്താ വന്നേ? നമ്മുടെ ഡോണറ്റും കൂടി വന്നു. അപ്പൊ ഡോണറ്റിനേക്കാളും മധുരമാണ് നമ്മുടെ എന്തിന്? ബ്രൗണിക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം 2 സാധനങ്ങൾ വന്നു അവിടെ. 2 ആൾക്കാരെത്തി. ബ്രൗണി എത്തി, നമ്മുടെ ഡോണറ്റും എത്തി. അപ്പൊ ഇവിടെ ബ്രൗണിയാണ് കൂടുതൽ സ്വീറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, കൂടുതൽ മധുരമുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മധുരമുള്ളത്, കൂടുതൽ മധുരമുള്ളത്. അപ്പൊ ഈ കൂടുതൽ മധുരമുള്ളത് എന്ന് പറയാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഞാൻ ഉപയോഗിച്ച വാക്ക് ഏതാണ്? സ്വീറ്റ് എന്നുള്ളത് എന്തായി? സ്വീറ്റർ ആയി അല്ലേ? ബ്രൗണി ഈസ് സ്വീറ്റർ ദാൻ ദ ഡോനട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ആ ഒരു ടേബിളിനകത്ത് കുറച്ചധികം സാധനങ്ങൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ചിലപ്പോൾ ഒരു പുഡിംഗ് ഉണ്ടാവും, ഡോണട്ട് ഉണ്ടാവും, കേക്ക് ഉണ്ടാവും, പേസ്ട്രി ഉണ്ടാവും, നമ്മുടെ ബ്രൗണി ഉണ്ട്, കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ഈ ഉള്ള കാര്യത്തിലെ എല്ലാത്തിനേക്കാളും മധുരമുള്ളത് ബ്രൗണിക്കാണ്. അങ്ങനെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഇതെങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പറയാം? ബ്രൗണിയാണ് ഏറ്റവും അധികം മധുരമുള്ളത്. അപ്പം സ്വീറ്റ് എന്നുള്ളത് കമ്പയർ ചെയ്യുന്ന സമയം സ്വീറ്ററായി. ഇനി ഏറ്റവും അധികം എന്ന് പറയാൻ എന്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക? സ്വീറ്റർ എന്നുള്ളത് എന്താവും? ഏകദേശം ഇതേപോലെ തന്നെ ടോളസ്റ്റ് ആയി. അപ്പം സ്വീറ്റ് എന്നുള്ളത് സ്വീറ്റസ്റ്റ് ആവും. വെരി ഗുഡ്, സ്വീറ്റസ്റ്റ്. ഓക്കെ, സ്വീറ്റസ്റ്റ് ആയി അല്ലെ? ദ ബ്രൗണി ഈസ് ദ സ്വീറ്റസ്റ്റ് എന്ന് പറയും. അപ്പൊ ഏറ്റവും മധുരമുള്ളത് ബ്രൗണിക്കാണെന്നാണ് അർത്ഥം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതേപോലെ വേറെ കുറച്ച് എക്സാമ്പിൾ നോക്കിക്കേ. ബിഗ് എന്നുള്ള ഒരു വേർഡ് ആണെങ്കിൽ അതിന്റെ കമ്പാരിറ്റീവ് എന്തായിരിക്കും? ബിഗർ. നമ്മുടെ സൂപ്പർലേറ്റീവ് ആണെങ്കിലോ ബിഗ്ഗസ്റ്റ് അല്ലെ? അപ്പം ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കമ്പാരിറ്റീവ് ആക്കുന്ന സമയത്ത് ER എന്നുള്ള 2 ലെറ്റേഴ്സ് ആഡ് ചെയ്തു. സൂപ്പർലേറ്റീവിലേക്ക് പോയപ്പോഴത്തേനും EST എന്നുള്ളൊരു 3 ലെറ്റേഴ്സ് ആഡ് ചെയ്തു അല്ലെ? ഇവിടെ നോക്കിക്കേ, സ്വീറ്റ് എന്നുള്ളത് സ്വീറ്റർ, അവസാനം ഒരു ER ചേർത്ത് കൊടുത്തു. സൂപ്പർലേറ്റീവ് ആണെങ്കിൽ EST എന്ന് ചേർത്ത് കൊടുത്തു അല്ലെ? ബിഗ് ഉള്ളതും എങ്ങനെയായിരുന്നു? ബിഗ്, ബിഗർ, ER, ബിഗ്ഗസ്റ്റ്, EST, അവസാനം ഒരു EST ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതേപോലെ സ്മോൾ ആണെങ്കിലോ സ്മോളർ, സ്മോളസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ERO EST ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ കേട്ട് നോക്കുമ്പോൾ തന്നെ അയ്യോ ഇത് ശരിയല്ലല്ലോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ വേറൊരു വഴിയുണ്ട് നമുക്ക്. ഓക്കെ, ER EST ഒന്നും ആഡ് ചെയ്യണ്ട. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താ ആഡ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. അതാണ് നമ്മുടെ അടുത്ത വേർഡ്. അടുത്ത വേർഡ് നോക്കിക്കേ, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ ഞാൻ പറയാണ് ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അവൾ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണെന്ന് ഞാൻ പറയാണ്. ഇനി ഞാൻ പറയാണ്
ഓക്കെ, നമുക്ക് പേര് വെച്ച് പറയാം, അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവേ. ഓക്കെ, സന ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് ഞാൻ പറഞ്ഞു. സന ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഓക്കെ, സോ ഇനി ഞാൻ പറഞ്ഞാണ് അവിടെ ഐഷ എന്നുള്ളൊരു കുട്ടിയും കൂടി വന്നെന്ന് വിചാരിക്കുക. അപ്പം സന ആയിഷയേക്കാൾ ഭംഗിയുള്ളതാണ് എന്നാണ് എനിക്ക് പറയേണ്ടത്. രണ്ടാൾ വന്നേ, സനയും വന്നു ആയിഷയും വന്നു. അപ്പം സന ആയിഷയേക്കാൾ ഭംഗിയാണെന്നാണ് എനിക്ക് പറയേണ്ടത്. അപ്പൊ ഭംഗി എന്നുള്ള വേർഡിന് നമുക്ക് എന്താ പറയാൻ നമുക്കറിയാം. എന്താ പറയാ? ബ്യൂട്ടിഫുൾ ആണ് നമുക്കറിയാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഭംഗി എന്ന് പറയണമെങ്കിൽ അവിടെ നമ്മൾ ബ്യൂട്ടിഫുള്ളർ എന്നാണോ യൂസ് ചെയ്യുക? അല്ല, അത് കേട്ടിടന് ഒരു ശരിയില്ല അല്ലെ, ഒരു രസമില്ല. അപ്പൊ ഇത് തെറ്റാണ്. ബ്യൂട്ടിഫുള്ളർ എന്നുള്ളൊരു വേർഡ് ഇംഗ്ലീഷിലില്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് മോർ ബ്യൂട്ടിഫുൾ. എന്താണ്? മോർ ബ്യൂട്ടിഫുൾ. ഓക്കെ, സന ആയിഷയേക്കാൾ ഭംഗിയാണ്. സന ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ആയിഷ. ഇങ്ങനെ വേണം പറയാൻ. എങ്ങനെ പറയാ? സന ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ആയിഷ. ഇനി നേരെ മറിച്ച് സന ആയിഷയേക്കാൾ ഭംഗി കുറവാണെന്ന് പറയണമെങ്കിലോ? ഇപ്പൊ ഭംഗി കൂടുതലാണെന്ന് പറയാനാണ് മോർ ബ്യൂട്ടിഫുൾ നമ്മൾ യൂസ് ചെയ്ത്. ഇനി ആയിഷയേക്കാൾ ഭംഗി കുറവാണെന്ന് എങ്ങനെ നമ്മൾ പറയാ? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ലെസ്. ലെസ് ബ്യൂട്ടിഫുൾ. അപ്പം മുകളിലേക്കും താഴേക്കും എങ്ങനെ വേണേലും കമ്പയർ ചെയ്യാം കേട്ടോ. പോസിറ്റീവായിട്ടും കമ്പയർ ചെയ്യാം, നെഗറ്റീവായിട്ടും കമ്പയർ ചെയ്യാം. കൂടുതൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ മോർ യൂസ് ചെയ്യും, കുറവ് എന്ന് പറയാൻ വേണ്ടി ലെസ് യൂസ് ചെയ്യും. ഓക്കെ, സന ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ആയിഷ എന്ന് പറഞ്ഞാൽ എന്താണ്? സന ആയിഷയേക്കാൾ ഭംഗിയുള്ളതാണ് എന്നാണ് മീനിങ്. ഇനി സന ആയിഷയേക്കാൾ ഭംഗി കുറവാണെന്ന് എങ്ങനെയാ പറയാ? സന ഈസ് ലെസ് ബ്യൂട്ടിഫുൾ ദാൻ ആയിഷ. ഇങ്ങനെ വേണം പറയാൻ. ക്ലിയർ ആണോ? കമ്പാരറ്റീവ് ഡിഗ്രി ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് പഠിക്കേണ്ടത് അല്ലെ. സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും കുറവ് എന്നുള്ളൊരു മീനിങ് ആണ് സൂപ്പർലേറ്റീവിനുള്ളത്. അപ്പം ഞാൻ പറയുവാണ്, നമ്മുടെ എക്സാമ്പിൾ വെച്ചേക്കുന്ന സനയാണല്ലോ. അപ്പം ആദ്യം നമ്മൾ സന ഭംഗിയുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പം അവിടെ വേറെ ആരുമില്ല. പിന്നെ ആയിഷ കയറി വന്നു. അപ്പം ആദ്യത്തെ സാഹചര്യത്തിൽ സന ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ആയിഷ എന്ന് പറഞ്ഞു. ഇനി ആയിഷയേക്കാൾ ഭംഗി കുറവാണെങ്കിൽ സന ഈസ് ലെസ് ബ്യൂട്ടിഫുൾ ദാൻ ആയിഷ എന്ന് പറഞ്ഞു. ഇനി ഒരുപാട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അവിടെ ആ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളത് സനയ്ക്കാണ് നമുക്ക് പറയണം. ഏറ്റവും ഭംഗിയുള്ളത് സനയ്ക്കാണെന്ന് പറയണമെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? ഭംഗിയുള്ളതിന് ബ്യൂട്ടിഫുൾ ആണ് പറയാൻ നമുക്കറിയാം. അപ്പം ഏറ്റവും ഭംഗിയുള്ളതെന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുള്ളസ്റ്റ് എന്ന് പറയാൻ നമുക്കൊരു ഒരു ടെൻഡൻസി വരും അല്ലേ. പക്ഷെ അത് തെറ്റാണ്. ഇവിടെ നമ്മൾ EST ആഡ് ചെയ്യില്ല. ബ്യൂട്ടിഫുള്ളസ്റ്റ് എന്ന് പറയുമോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ, അത് തെറ്റാണ്. ബ്യൂട്ടിഫുള്ളസ്റ്റ് നമ്മൾ പറയില്ല. അങ്ങനെയാണെങ്കിൽ ബ്യൂട്ടിഫുൾ എന്ന വേർഡിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? അവിടെ നമ്മൾ ഇവിടെ മോർ യൂസ് ചെയ്തല്ലോ, അതേപോലത്തെ ഒരു വേർഡാണ് മോസ്റ്റ്. എന്താണ്? മോസ്റ്റ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അപ്പൊ സനയാണ് ഏറ്റവും ഭംഗിയുള്ള കുട്ടി എന്ന് എങ്ങനെയാ പറയാ? സന ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ. എന്താണ്? സന ഇസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ. ഇനി നേരെ മറിച്ച് ഏറ്റവും കുറവാണെന്ന് പറയണം. അതായത് ഒരു കൂട്ടം ആൾക്കാർ ഇരിക്കുകയാണ്, അതിൽ ഏറ്റവും ഭംഗി കുറവ് സനയ്ക്കാണ് നമുക്ക് പറയണം. ഏറ്റവും ഭംഗി കുറവേ ഏറ്റവും അടിയിൽ നിൽക്കുവാണ്. അങ്ങനെയാണ് നമ്മൾ എന്തായിരിക്കും പറയാ? ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറവാണെങ്കിൽ ലെസ് ആണ് യൂസ് ചെയ്യാന്ന് അറിയാം. ഏറ്റവും കുറവ് എന്ന് പറയുകയാണെങ്കിലോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ലീസ്റ്റ്. ഓക്കെ, അപ്പൊ ലീസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് വേണം പറയാൻ. സന ഇസ് ദ ലീസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ. ഏറ്റവും ഭംഗി കുറഞ്ഞ കുട്ടി സനയാണ് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് ERO EST ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പോയി ഹെൽപ്പ് ചോദിക്കുന്ന വേർഡ്സ് ഏതാണ്? മോറും മോസ്റ്റും അതേപോലെ ലെസ്സും ലീസ്റ്റും. ക്ലിയർ ആണോ? കൂടുതൽ ഏറ്റവും കൂടുതൽ, കുറവ് ഏറ്റവും കുറവ്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വേർഡ് നോക്കിക്കേ, ഡിഫിക്കൾട്ട്. ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പാടുള്ളത് എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. ഇപ്പം ഞാൻ പറയണ ഈ പ്രോബ്ലം ഭയങ്കര പാടുള്ളതാണ്. ദിസ് പ്രോബ്ലം ഇസ് ഡിഫിക്കൾട്ട്. ഈ പ്രോബ്ലം ഡിഫിക്കൾട്ട് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒറ്റൊരു പ്രോബ്ലമേ ഉള്ളൂ. വേറെ പ്രോബ്ലമിനെ വെച്ചൊന്നും നമ്മൾ കമ്പയർ ചെയ്തിട്ടില്ല. പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് ഏത് ഡിഗ്രിയാണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. വെരി ഗുഡ്. ഇനി വേറൊരു പ്രോബ്ലം അവിടെ വന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാണ് ഈ പ്രോബ്ലം ആ പ്രോബ്ലത്തെക്കാൾ കൂടുതൽ വലിയ പ്രോബ്ലം ആണ്. അപ്പം നമ്മൾ എങ്ങനെയാ പറയാ? ഡിഫിക്കൾട്ട് എന്നുള്ളത് മോർ ഡിഫിക്കൾട്ട് ആവും. വെരി ഗുഡ്, മോർ ഡിഫിക്കൾട്ട്. ഓക്കെ, ഇനി ഈ പ്രോബ്ലം മറ്റേ പ്രോബ്ലത്തിനേക്കാൾ ചെറിയ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ അത്ര വലിയ പ്രോബ്ലം അല്ല, അതിനേക്കാൾ കുറവാണ് എന്ന് എങ്ങനെയാ പറയാ? ലെസ് ഡിഫിക്കൾട്ട്. വെരി ഗുഡ്, ലെസ് ഡിഫിക്കൾട്ട്. ഇനി ഏറ്റവും വലിയ പ്രോബ്ലം ആണ് എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? മോസ്റ്റ് ഡിഫിക്കൾട്ട്. ഓക്കെ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ആണെന്ന് പറയാൻ മോസ്റ്റ് ഡിഫിക്കൾട്ട്. ഓക്കെ, ഇനി ഏറ്റവും ബുദ്ധിമുട്ട് കുറവുള്ള പ്രോബ്ലം ആണെന്ന് എങ്ങനെ നമ്മൾ പറയാ?
ലീസ്റ്റ് ബ്യൂട്ടിഫുൾ. വെരി ഗുഡ്. അപ്പൊ ഇത് മനസ്സിലായി അല്ലേ? ലീസ്റ്റ് ഡിഫിക്കൾട്ട്. ഓക്കെ. സോ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഏതൊക്കെ വാക്കുകളെ യൂസ് ചെയ്യുക? ഇ ആറും ഇ എസ് ടി ആഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മോറും മോസ്റ്റും അതേപോലെ ലെസ്സും ലീസ്റ്റും ഈ വാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കിക്കേ. ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു വേർഡ് കേട്ടിട്ടുണ്ടോ? യെസ്. ഓക്കെ. ദിസ് ഇസ് ഐ ക്യാൻ സേ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്. ഇനി ഇത് നമ്മുടെ പ്രോഗ്രാമിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് കൂടിയ മീറ്റിംഗ് ആണ്. ദിസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ പ്രോഗ്രാം. പ്രോഗ്രാമിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ മീറ്റിംഗ്. ഓക്കെ. സോ ആ പരിപാടിയേക്കാൾ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാൻ മോർ ഇമ്പോർട്ടൻറ്റ് എന്നാണ് നമ്മൾ പറയാം. ഇനി ഞാൻ പറയണം പരിപാടിയേക്കാൾ കുറവ് ഇമ്പോർട്ടൻ്റ് ആണ്, കുറവ് പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഈ മീറ്റിംഗ് എന്ന് പറയുകയാണെങ്കിലോ the meeting is less important than the program. അല്ലേ? കുറവ് എന്ന് പറയാൻ ലെസ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മുടെ മീറ്റിംഗിനാണെന്ന് പറയണമെങ്കിലോ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻസ് കുറഞ്ഞ മീറ്റിംഗ് ആണെങ്കിലോ ദിസ് ഇസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്. എന്താണ്? ദിസ് ഇസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്. ക്ലിയർ ആണോ? ഓക്കെ. സോ മോറും മോസ്റ്റും അതേപോലെ ലെസ്സും ലീസ്റ്റും ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യും. ഇനി വേറെ ചില വാക്കുകളുണ്ട്. ഇതിനെ നമ്മൾ ഇറെഗുലർ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ഇറെഗുലർ ആഡ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയാം. ഇവിടെ നമ്മൾ മോറോ മോസ്റ്റോ യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ ഇ ആറും ഇ എസ് ടിയും അങ്ങനെയും ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ വാക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യലാണ്. ഈ വാക്കുകളെ പോസിറ്റീവിൽ ഒരു വാക്കുണ്ടാവും, അതിനെ കമ്പാരിറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ വേറെ തന്നെ വാക്കായിരിക്കും. സൂപ്പർലേറ്റീവ് ആക്കണമെങ്കിലോ വേറെ തന്നെ വാക്കായിരിക്കും. ഓക്കെ. ആ വാക്ക് ആ ഒരു കമ്പാരിറ്റീവിലും സൂപ്പർലേറ്റീവിലും ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ടോൾ നിങ്ങൾ കണ്ടില്ലേ? ടോളർ ആക്കുമ്പം അവിടെ ടോൾ അവിടെ കിടപ്പുണ്ട് അല്ലേ? ഈ ടോൾ എല്ലായിടത്തും ഉണ്ടാവും. ടോൾ. സ്വീറ്റ് എന്നുള്ളത് ഇവിടെ സ്വീറ്റ് ഉണ്ട്. ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പം ബ്യൂട്ടിഫുൾ ഇവിടെയുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് ഏതാണോ അത് ആക്ച്വലി കമ്പാരിറ്റീവിലും സൂപ്പർലേറ്റീവിലും ഒക്കെ ഉണ്ട്. അതെന്തായാലും അപ്പുറത്തും കാണും. പക്ഷെ ചില സാഹചര്യങ്ങൾ അത് കാണില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ വാക്കുകൾ തന്നെ നമ്മൾ പഠിക്കണം അല്ലേ? അങ്ങനത്തെ കുറച്ച് യൂഷ്വലി നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് ഇന്ന് പഠിക്കാം കേട്ടോ. ഒരുപാടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ചില വാക്കുകൾ നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ. സോ ആദ്യത്തെ വാക്കാണ് ഗുഡ്. ഗുഡ് എന്ന് പറഞ്ഞാലോ എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ? ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലതാണെന്നുള്ള മീനിങ് ആണ്. ഷീ ഈസ് എ ഗുഡ് ഗേൾ. അവൾ നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കെ. അഗൈൻ ഞാൻ പേര് പറയാൻ വിട്ടുപോയി, സോറി. ഓക്കെ. ഞാൻ പറയണം അപ്ഷിത. ഓക്കെ. എൻ്റെ പേര് അപ്ഷിതയുണ്ട്, ഞാൻ അപ്ഷിത എന്ന് പറയും. അപ്ഷിത ഈസ് എ ഗുഡ് ഗേൾ. അപ്ഷിത ഒരു നല്ല കുട്ടിയാണ്. ഓക്കെ. ഇനി ഞാൻ പറയണം അപ്ഷിത സനേക്കാൾ നല്ല കുട്ടിയാണ്. അപ്ഷിത സനേക്കാൾ നല്ല കുട്ടിയാണെന്ന് എങ്ങനെയാ പറയാ? അപ്ഷിത ഈസ് ഗുഡർ ദാൻ സന എന്നാണോ പറയാ? നമ്മൾ യൂഷ്വലി എന്താ പറയാ? ഒരു സാധനത്തിനെ കമ്പാരിറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇ ആർ ആഡ് ചെയ്താൽ മതി നമ്മൾ പറയും. പക്ഷെ ഗുഡർ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഗുഡിനെ നമ്മൾ ഗുഡർ എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ യൂസ് ചെയ്യുക? മോർ ഗുഡ് ആയിരിക്കും അല്ലേ? മോർ ഗുഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ പറയില്ല. കേട്ടിട്ടുണ്ടാവും, ചിലപ്പം പലരും പറയാറുണ്ട്, അത് തെറ്റാണ്. മോർ ഗുഡ് നമ്മൾ പറയില്ല. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഗുഡിനെ എന്താക്കി മാറ്റും? വേറെ തന്നെ ഒരു വാക്കാക്കി മാറ്റും. അതാണ് നമ്മുടെ ബെറ്റർ. എന്താണ്? ബെറ്റർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അപ്ഷിത ഈസ് ബെറ്റർ ദാൻ സന. അപ്ഷിത ഈസ് ബെറ്റർ ദാൻ സന എന്ന് പറഞ്ഞാൽ അപ്ഷിത സനേക്കാൾ നല്ലതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഗുഡ് എന്തായി? ബെറ്റർ ആയി. ഓക്കെ. ഇനി ഞാൻ പറയാണ് അപ്ഷിതയാണ് ഏറ്റവും നല്ലതെന്ന് പറയണമെങ്കിൽ അവിടെ ഞാൻ ഏത് വാക്കായിരിക്കും യൂസ് ചെയ്യുക? ഗുഡാണ് നല്ലതിന്. ഏറ്റവും നല്ലതിന് ഗുഡസ്റ്റ് എന്ന് പറയോ? ഇല്ല. മോസ്റ്റ് ഗുഡ് എന്ന് പറയോ? ഇല്ല. അവിടെ നമ്മൾ വേറൊരു വേർഡാണ്, അതാണ് ബെസ്റ്റ്. എന്താണ്? ബെസ്റ്റ്. ഓക്കെ. അപ്പം ഗുഡ് എന്ന വേർഡിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണ്? ബെറ്റർ ആണ്. നമ്മുടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതാണ്? ബെസ്റ്റ് ആണ്. അപ്പം അപ്ഷിത ഈസ് ദ ബെസ്റ്റ് ഗേൾ എന്ന് പറഞ്ഞാൽ അവളാണ് ഏറ്റവും നല്ല കുട്ടി എന്നാണ് മീനിങ്. ക്ലിയർ ആണോ? അപ്പം ഗുഡ് എന്നുള്ള വേർഡിന് ബെറ്ററും ബെസ്റ്റും ഉണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബാഡോ? ബാഡിന് നമ്മൾ ബാഡർ, ബാഡസ്റ്റ് എന്നൊക്കെ പറയോ? ഇല്ല. ഇവിടെയും വേറെ തന്നെ വാക്കുകളാണ്. നമ്മൾ ഈ ഗുഡിനെ ബെറ്ററും ബെസ്റ്റും ആക്കിയില്ലേ, അതേപോലെ ബാഡിനും വേറെ തന്നെ വാക്കുകളുണ്ട്. ഓക്കെ. ഞാൻ പറയാണ് അർജുൻ ഇസ് എ ബാഡ് ബോയ്. അർജുൻ ഒരു ബാഡ് ബോയ് ആണ്. ഇനി അർജുൻ രാഹുലിനേക്കാൾ ബാഡ് ആണെന്ന് എങ്ങനെയാ പറയാ? അർജുൻ ഇസ് ബാഡർ എന്ന് പറയോ? ഇല്ല. മോർ ബാഡ് എന്ന് പറയോ?
ഇല്ല. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് worse. ഓക്കെ, അർജുൻ ഇസ് വേഴ്സ് ദാൻ രാഹുൽ. അർജുൻ രാഹുലിനേക്കാളും വേഴ്സ് ആണ് അല്ലെങ്കിൽ ബാഡ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വേഴ്സ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാം. ഇനി ഏറ്റവും അധികം ബാഡ് ആയിട്ടുള്ള ആളാണ് അർജുൻ. ഓക്കെ, ഏറ്റവും ചീത്തയാണ് എന്ന് പറയാൻ വേണ്ടി അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? ബാഡസ്റ്റ് എന്ന് പറയോ? ഇല്ല, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് worst. എന്താണ്? worst. ഓക്കെ, അർജുൻ ഇസ് ദ വേഴ്സ്റ്റ് ബോയ്. അർജുൻ ആണ് ഏറ്റവും ചീത്ത കുട്ടി, ഈസ് ദ വേഴ്സ്റ്റ് ബോയ്. അതേപോലത്തെ വേർഡാണ് നമ്മുടെ അവസാനത്തേത് ലിറ്റിൽ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച്. ഓക്കെ, ഈ ചായയിൽ കുറച്ച് മധുരമേ ഉള്ളൂ, കുറച്ച് ഷുഗർ ഇട്ടിട്ടുള്ളൂ എന്ന് എങ്ങനെയാ പറയാ? ദർ ഇസ് ലിറ്റിൽ ഷുഗർ ഇൻ ദിസ് ടീ. ഈ ചായയിൽ കുറച്ച് മധുരമേ ഉള്ളൂ, ദർ ഇസ് ലിറ്റിൽ ഷുഗർ ഇൻ ദ ടീ. ഇനി ഈ കാപ്പിയേക്കാളും മധുരം കുറഞ്ഞതാണ് ഈ ചായ എന്നെങ്ങനെയാ പറയാ? അവിടെ ലിറ്റിലിന്റെ കമ്പാരിറ്റീവ് ആണ് വരുന്നത്. ലിറ്റിലർ എന്ന് പറയോ? ഇല്ല, ഇവിടെ ആക്ച്വലി ലെസ് എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ഇവിടെ ആക്ച്വലി ലെസ് ബ്യൂട്ടിഫുൾ, ലീസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞില്ലേ? ലെസ് ഡിഫിക്കൾട്ട്, ലീസ്റ്റ് ഡിഫിക്കൾട്ട് എന്നൊക്കെ. അപ്പോൾ ഈ ലെസ് എന്നുള്ള വേർഡ് ശരിക്കും എന്താണെന്നറിയോ? ലിറ്റിലിന്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഒക്കെയാണ്. അപ്പം വെറും ലിറ്റിൽ എന്ന് പറയേണ്ട സമയത്ത് നമുക്ക് ഇത് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഇതിൻ്റെ അപ്പുറത്തൊന്നും വേണ്ട, ജസ്റ്റ് ലിറ്റിലിന്റെ കമ്പാരിറ്റീവ് ആണ്. അപ്പം ഈ ചായക്ക് കാപ്പിയേക്കാളും മധുരം കുറവാണെന്ന് എങ്ങനെയാ പറയാ? there is less sugar in the tea than the coffee. മനസ്സിലായോ? there is less sugar in the tea than the coffee. ടീയില്, അതായത് നമ്മുടെ ചായയിൽ കാപ്പിയേക്കാളും മധുരം കുറവാണ്. അപ്പം കുറവ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ലെസ് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മധുരം കുറവ് ഈ ചായയിലാണെന്ന് എങ്ങനെയാ പറയാ? ഈ ചായക്കാണ് ഏറ്റവും മധുരം കുറവ്. ഇതെങ്ങനെ നമ്മൾ പറയാ? ഓൾറെഡി ഈ ബോർഡിലുണ്ട് അല്ലെ? ലെസ്സിന്റെ സൂപ്പർലേറ്റീവ് എന്താണ്? ലീസ്റ്റ് ആണ്. there is least sugar in the tea. ഈ ടീയിൽ ഏറ്റവും കുറവ് മധുരമാണ് ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഈ സൂപ്പർലേറ്റീവ് പറയുന്ന സമയത്ത്, ഏതൊരു വാക്കിനെയും സൂപ്പർലേറ്റീവ് പറയുന്ന സമയത്ത്, ഇപ്പം അതാണ് ഏറ്റവും ഉയരം കൂടിയ മരം എന്ന് പറയും, ദിസ് ഇസ് ദ ടോളസ്റ്റ് ട്രീ, ദിസ് ഇസ് ദ സ്വീറ്റസ്റ്റ് ബ്രൗണി, ഷീ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ, അല്ലെങ്കിൽ this is the least difficult problem, this is the best decision, you are the worst boy. അപ്പം എന്തിനായാലും സൂപ്പർലേറ്റീവ് പറയുന്ന സമയത്ത് ഈ നമ്മൾ ടോളസ്റ്റ്, സ്വീറ്റസ്റ്റ്, മോസ്റ്റ്, ലീസ്റ്റ് ഇതെല്ലാം പറയുന്നതിൻ്റെ തൊട്ട് മുന്നേ ഞാനൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ദ എന്നുള്ള വേർഡില്ലേ, അതെപ്പോഴും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? the tallest, the sweetest, the most beautiful, the least difficult, the best, the worst എന്നാണ് പറയേണ്ടത്. എപ്പോഴും സൂപ്പർലേറ്റീവിന്റെ മുന്നേ നമ്മൾ the ആഡ് ചെയ്ത് കൊടുക്കണം. എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? the. okay, the sweetest, the smallest, the biggest എന്ന് വേണം പറയാനായിട്ട്. സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുമ്പം അതിൻ്റെ മുന്നേ ഒരു the യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. ക്ലിയർ ആണോ? അതൊരു എഡീഷണൽ ആയിട്ട് ഞാനൊരു ഇൻഫർമേഷൻ പോലെ പറഞ്ഞതാണ് കേട്ടോ, നിങ്ങൾ തെറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് അല്ലേ? എൻ്റെ കൂടെ ഇരുന്ന് ഇതൊക്കെ സോൾവ് ചെയ്യാൻ നല്ല രസമല്ലായിരുന്നോ? അപ്പോൾ കൂടെ നിന്ന് പഠിച്ചത് കൊണ്ട് നിങ്ങൾ ഇത് മറക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിലൊക്കെ ഒന്ന് യൂസ് ചെയ്യുക, എന്നാൽ പിന്നെ തീരെ മറക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ, നമ്മളിന്ന് പഠിച്ച ടോപ്പിക്കിന്റെ പേരെന്താണ്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന്റെ മുന്നേ ആയി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് എഡ്ജക്റ്റീവ് എന്ന് നമ്മൾ അറിയണം അല്ലേ? അപ്പോൾ എഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്കാണ് നമ്മൾ പഠിച്ചു. ഇനി ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് 3 രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഒന്നെങ്കിൽ അതിനെ മാത്രം ഡിസ്ക്രൈബ് ചെയ്യാം, അപ്പോൾ അത് പോസിറ്റീവ് ഡിഗ്രി ആണ്. ഇനി വേറൊരാളെ വെച്ച്, വേറൊരു സാധനത്തിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഇനി ഏറ്റവും അധികം അതാണ് എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും കുറവ് അതാണെന്ന് പറയണമെങ്കിൽ അവിടെ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയി. യൂഷ്വലി നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ഒരു വേർഡിനെ മാറ്റുവാണെങ്കിൽ അവിടെ നമ്മൾ ER എന്നുള്ള ഒരു ലെറ്റേഴ്സ് ആഡ് ചെയ്യും. സൂപ്പർലേറ്റീവ് ആക്കണമെങ്കിൽ EST എന്നുള്ള ലെറ്റേഴ്സ് ആഡ് ചെയ്യും അല്ലേ? മിക്കവാറും അങ്ങനെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങൾ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ മോർ, മോസ്റ്റ് ആക്കും, ലെസ്, ലീസ്റ്റ് അങ്ങനെയും ആഡ് ചെയ്യാം. ഇനി ചില സാഹചര്യങ്ങൾ ഇതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, അപ്പം നമ്മൾ വാക്കുകളെ തന്നെ മാറ്റാറുണ്ട്. അതിനാണ് നമ്മൾ ഇറഗുലർ അഡ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ എക്സാമ്പിൾ നമ്മൾ ഏതൊക്കെയാ നോക്കിയേ? ഗുഡ്. ഗുഡ് എന്നുള്ളത് ബെറ്റർ ആയി
ബെസ്റ്റായി. ബാഡ് എന്നുള്ളത് വേഴ്സായി, വേഴ്സ്റ്റായി. ലിറ്റിൽ എന്നുള്ളത് ലെസ്സും ലീസ്റ്റുമായി അല്ലേ? സോ ഇങ്ങനെ നമുക്ക് വേർഡ്സിനെ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ക്ലിയർ ആണോ? ക്ലാസ് ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സണൽ ട്യൂട്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്ത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കാണാം. ഓക്കെ, സോ ഹോംവർക്ക് തരുന്നതും കറക്റ്റ് ടൈമിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഓൾറൈറ്റ്, സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ടേക്ക് കെയർ സ്റ്റുഡൻസ് ആൻഡ് ബൈ.